ഇന്ന് നമ്മൾ സുവോളജി പ്രാക്ടിക്കൽ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷന് വേണ്ടിയാണ് ഒരു സെഷൻ ചെയ്യുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും ഐഡൻറ്റിഫിക്കേഷൻ സെഷനാണ് വരുന്നത്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവെർട്ടിബ്രേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ടോട്ടൽ 9 ഇൻവെർട്ടിബ്രേറ്റ് സ്പെസിമെൻസ് ആണ് റെക്കോർഡിൽ നമ്മൾ സാധാരണ വരയ്ക്കാറുള്ളത്. ആ 9 ഇൻവെർട്ടിബ്രേറ്റ് സ്പെസിമെൻസ് ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സോ അതിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? ഐഡന്റിഫൈ ദ ഗിവൺ ഇൻവെർട്ടിബ്രേറ്റ് ഓർഗാനിസം യൂസിംഗ് ദ ഗിവൺ പിക്ചർ ഓർ ദ ഫോട്ടോഗ്രാഫ് ആൻഡ് റൈറ്റ് വൺ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓർ വൺ ഐഡന്റിഫൈങ് ഫീച്ചർ ഓർ വൺ അഡാപ്റ്റേഷൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഈ പിക്ചർ എന്ന് പറയുന്നത് ഇത് ഹൈഡ്രയാണ്. ഹൈഡ്രയുടെ ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ mouth on hypostome covered by 6 to 8 tentacles and the reproduction by budding, any one point. Second one, liver fluke, dorso-ventrally flattened body, hooks and suckers present. Third one, Ascaris, sexual dimorphism present, cuticular covering. Next, earthworm, presence of clitellum, segmented body and increases the soil fertility. This one, silkworm moth, silk production. Honey bee produces honey. This one, leech, presence of hooks and suckers and presence of an anticoagulant hirudin. Then segmented body. This one, snail, presence of calcareous shell, respiration by gills. And this is starfish, pentamerous symmetry, water vascular system present, tube feet for locomotion. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് വെർട്ടിബ്രേറ്റ് ആനിമൽസിനെയാണ് നോക്കാനുള്ളത്. 5 വെർട്ടിബ്രേറ്റ് ആനിമൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 5 ആനിമൽസിന്റെ ഇതേ സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഐഡന്റിഫൈ ദ given photograph of the vertebrate animal, give one identification feature or one economic importance or one adaptation. So this one is rohu. So it's edible and presence of fins and streamlined body. This one is frog. Tympanum represents the ear and slimy body, webbed feet. Pigeon, flight adaptation, body covered with feathers and forelimbs modified into wings. Rabbit, long ears, bushy tail, furry body. Garden lizard, camouflage and scaly, dry skin. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ജോയിൻസ്. സോ +1 നമ്മൾ 3 ടൈപ്സ് ജോയിൻസ് പഠിച്ചിട്ടുണ്ട്. ഫൈബ്രസ് ജോയിൻസ്, കാർട്ടിലേജിനസ് ജോയിൻസ് ആൻഡ് സൈനോവിയൽ ജോയിൻസ്. പക്ഷേ റെക്കോർഡിൽ വരച്ചിട്ടുള്ളത് സൈനോവിയൽ ജോയിൻസ് മാത്രമാണ്. അപ്പോൾ ആ സൈനോവിയൽ ജോയിൻസ് മാത്രമാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. സോ ഇവിടെ ശ്രദ്ധിക്കാം, ഇതൊരു സൈനോവിയൽ ജോയിന്റ് ആണ്. നമ്മൾ ഈ ജോയിന്റ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. അതിൻ്റെ ഒരു ഫങ്ഷണൽ പെക്യൂലിയാരിറ്റി എഴുതണം. സോ ഈ ജോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എഴുതേണ്ടത് ദ ഗിവൺ സൈനോവിയൽ ജോയിന്റ് ആസ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, ദെൻ ഹൗ വിൽ ബി ദ മൂവ്മെന്റ്? വൺ ബോൺ ഗ്ലൈഡ്സ് ഓവർ another. Second one, this is hinge joint. The given synovial joint is hinge joint. It allows movement only in one direction. This is ball and socket joint.
It allows 360-degree movement. This one is pivot joint. This is a joint between the first two neck vertebrae, cervical vertebrae, atlas and axis. It allows the movement front to back position and also side to side position. Next question that is related to embryology slide. എംബ്രിയോളജി സ്ലൈഡിൽ ഫസ്റ്റ് നമുക്ക് TS of ovary ആണ്. സ്ലൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനുള്ളിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ഡയഗ്രം ആയിരിക്കും. ഈ ഡയഗ്രത്തിൽ നമ്മൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ നമുക്ക് ലേബൽ ചെയ്യാവുന്നതാണ്. ലൈക്ക് പ്രൈമറി ഫോളിക്കൽ, ടെർഷ്യറി ഫോളിക്കൽ, സെക്കൻഡറി യൂസൈറ്റ്, കോർപ്പസ് ലൂട്ടിയം, ഇതിൽ ഏതെങ്കിലും പാർട്ട് നിങ്ങൾക്ക് ലേബൽ ചെയ്യാവുന്നതാണ്. ഈ ഡയഗ്രം TS of testes ആണ്. ഇതിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ലേബൽ ചെയ്യേണ്ടത് ഉള്ളിലേക്കുള്ള ഭാഗത്ത്, അതായത് സ്പെർമറ്റോസോവ ഓർ ദ സ്പേംസ്, ദെൻ സ്പെർമറ്റോഗോണിയൽ സെൽസ്, സ്പെർമറ്റോഗോണിയൽ മദർ സെൽസ്, സെർട്ടോളി സെൽസ്, ഇതിലേതെങ്കിലും പാർട്സ് നിങ്ങൾക്ക് ലേബൽ ചെയ്യാവുന്നതാണ്. TS of blastula പിക്ചർ ലേബൽ ചെയ്യാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. ട്രോഫെക്ടോഡേം ഓർ ദ ട്രോഫോബ്ലാസ്റ്റ്, ബ്ലാസ്റ്റോസീൽ, ഇന്നർ സെൽ മാസ്. അടുത്ത സ്ലൈഡ്സിന്റെ പിക്ചർ നമുക്ക് ചെയ്യാനുള്ളത് പാത്തോളജി സ്ലൈഡ്സ് ആണ്. പാത്തോളജി സ്ലൈഡ്സിൽ this is Entamoeba histolytica. ഇതിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ദ പാത്തജൻ, നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ് ആൻഡ് റൈറ്റ് വൺ സിംറ്റം ഓഫ് ദ ഡിസീസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. സ്ലൈഡിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ പിക്ചർ തന്നെയാണ് നമ്മൾ റെക്കോർഡിൽ വരച്ചിട്ടുള്ളത്. സോ പാത്തജൻ ഐഡന്റിഫൈഡ് ആസ് Entamoeba histolytica and the disease amoebiasis or amoebic dysentery and symptom that is dysentery. The Plasmodium vivax, the disease caused by it malaria and the symptom that is high fever. The ringworm ന്റെ പിക്ചർ ആണ്, ringworm ഡിസീസിന്റെ. പക്ഷേ നമ്മൾ സ്ലൈഡിലൂടെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതുപോലെയല്ല കാണുക. ഇത് ഒരാളുടെ സ്കിന്നിൻ്റെ പിക്ചറാണ്. അപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിരിക്കും, പിക്ചർ ആയിരിക്കും നമുക്ക് സ്ലൈഡിലൂടെ കാണുക. സോ റിംഗ് വേം ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിൻ്റെ ജനറയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ ആൻഡ് മൈക്രോസ്പോരം. ആൻഡ് ദ ഡിസീസ് റിംഗ് വേം ഡിസീസ്. ആൻഡ് ദ സിംറ്റം ഇറ്റ് ഇസ് ഇച്ചിങ്, ഡ്രൈ സ്കേലി ലെഷൻസ്. ഇത് നമുക്ക് സ്ലൈഡിലൂടെ വെക്കാൻ പറ്റുന്ന ഒരു മൈക്രോസ്കോപ്പിക് സ്പെസിമെൻ അല്ല. ഇത് നമ്മൾ ഇൻവെർട്ടിബ്രേറ്റ് ആനിമലിൽ നമ്മൾ നോക്കിയതാണ്, അസ്കാരസ്. ഇത് നമുക്ക് പാത്തജൻ കാറ്റഗറിയിലും കൂടെ ഇത് വരും. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദിസ് ഇസ് അസ്കാരസ് ലുംബ്രിക്കോയിഡ്സ് ആൻഡ് ദ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ് അസ്കാരിയാസിസ്. ദെൻ ദ സിംറ്റം ദാറ്റ് ഈസ് അബ്ഡോമിനൽ അപ്സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മോഡൽ ഐഡന്റിഫിക്കേഷൻ ആണ്. ഓരോ മോഡലിൻ്റെയും മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷൻ എഴുതുക. സോ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ദിസ് ഈസ് യൂറിനറി സിസ്റ്റം, കിഡ്നി അസോസിയേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. സോ ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഒന്ന് പരിചയപ്പെടാം. ഇത് കിഡ്നിയാണ്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് റീനൽ പെൽവിസ്, കളക്ട്സ് യൂറിൻ ഫസ്റ്റ്. This is ureters, acts as passage of urine. This one is urinary bladder, stores urine temporarily. ഇവിടെ നിങ്ങൾക്ക് ഒരു മസിൽ കാണാൻ സാധിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ഫിങ്ക്ടർ മസിൽ ആണ്. So this is acting as a gateway for the passage of urine. And this part is urethra,
passes urine out. ഇവിടെ രണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ദ റെഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലൂ വൺ ദാറ്റ് ഇസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. റെഡ് വൺ ദാറ്റ് ഇസ് റീനൽ ആർട്ടറി supplies oxygenated blood towards kidney. This is renal vein take away deoxygenated blood from kidney. അടുത്ത മോഡല് ഇയർ ആണ്. ഇയറിന് 3 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. സോ ദ ഫസ്റ്റ് പാർട്ട്, pinna, collects sound waves, and this part, this is auditory canal or ear canal, acts as the passage for sound waves. This one is eardrum. Eardrum vibrates first on receipt of the sound waves. ഇതിന്റെ പിറകിലായിട്ട് 3 ഇയർ ഓസിക്കിൾസ് കാണാൻ സാധിക്കും. ഇത് മാത്രമാണ് പുറത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം this as eardrum with ear ossicles. Eardrum external earന്റെ part ആണ്, ear ossicles middle earന്റെ part ആണ്. So eardrum vibrates first on receipt of the sound waves, then ear ossicles amplifies the sound. Then this is eustachian tube which equalizes pressure on either sides of eardrum. Now this is internal ear, complete part internal ear. So ഈ 3 canals, semicircular canals, maintains dynamic balance. ഈ കാണുന്ന പാർട്ട് vestibule maintains static balance. Snail shaped structure called cochlea helps in hearing. This one is auditory nerve, passes the sound impulses to cerebrum. Next, ഇവിടെ ഒരു nerve ഉണ്ട്. This is vestibular nerve. Auditory nerve ന്റെ മറ്റൊരു ഭാഗമാണ്. Which sends balancing impulses to cerebellum. This is model of eye. First part, this is cornea, which allows the light rays to enter into the eye, and this part, sclera, protection and also maintains the shape of the eyeball. The second layer aana, second layer, this is choroid, provide nourishment, and this one is pupil. ഇതിലൂടെയാണ് ലൈറ്റ് റേസ് എൻ്റർ ചെയ്യുന്നത്. Then this is biconvex lens, focuses the light rays on retina. This one is the innermost layer, retina, where image formation take place. ഇവിടെ നിങ്ങൾക്ക് 2 സ്പോട്ട് കാണാൻ സാധിക്കും. One is yellow spot, that is the area of best vision or maximum vision. This black one, that is the area of no vision, no photoreceptor cells are present. Yellow spot, cone cells are present. Then this one is the optic nerve ആണ്, which sends the vision impulses to cerebrum. ഇത് ബ്രെയിൻ്റെ മോഡലാണ്. സോ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഭാഗങ്ങൾ നോക്കാം. ഈ പാർട്ട് സെറിബ്രം, മെമ്മറി, സെന്റർ ഫോർ മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ്, റീസണിങ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രം നോട്ട് ചെയ്താൽ മതി. ദെൻ ദിസ് വൺ ഈസ് കോർപ്പസ് കലോസം, വിച്ച് കണക്ട്സ് 2 cerebral hemispheres together. ഈ പാർട്ട് തലാമസ്, acts as relay station of impulses. ഇത് hypothalamus, thermoregulatory center.
The cerebellum, muscular coordination and body balance. ഈ പാർട്ട് pons, which connects cerebellar hemispheres. Then this one, medulla oblongata, controls involuntary activities like respiration, peristalsis, etc. And the stalk, it is known as spinal cord, involves in reflex actions. This is model of heart. Chambers. This is right atrium or the right auricle, which receives deoxygenated blood by two major veins, superior vena cava and inferior vena cava. This is right ventricle, discharges deoxygenated blood to lungs through pulmonary artery. In between, ഇവിടെ നിങ്ങൾക്കൊരു വാൽവ് കാണാൻ പറ്റും. This is tricuspid valve, which prevents backward flow of blood from right ventricle to right auricle. This chamber, this one is left auricle, which receives oxygenated blood from lungs through pulmonary veins. This one is left ventricle, which discharges oxygenated blood to all body parts to aorta. Blood vessels നോക്കാം. ഇത് superior vena cava ആണ്. Superior vena cava collects deoxygenated blood from upper body parts, mainly head, neck, shoulder, arms and chest. This one is inferior vena cava, which collects deoxygenated blood from lower body parts. This is aorta, supplies oxygenated blood to all body parts. And this one, it is pulmonary artery. This is an exceptional case which carries deoxygenated blood, and it supplies this deoxygenated blood to lungs for oxygenation purpose. Then here, ഇത് രണ്ടെണ്ണം, these are the pulmonary veins which carries oxygenated blood. അടുത്ത നമുക്ക് ബയോകെമിസ്ട്രി എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്, ടെസ്റ്റ് ഫോർ ഷുഗർ, ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്. അതിൽ രണ്ട് ടെസ്റ്റ് ആണുള്ളത്, ഒന്ന് പ്രിലിമിനറി ടെസ്റ്റും ഒന്ന് കൺഫർമേറ്ററി ടെസ്റ്റും. So two sample solutions are given, A and B, and you have to identify the sample with glucose. ഇപ്പോൾ രണ്ട് ടെസ്റ്റ് ആണുള്ളത്. അതിൽ നമുക്ക് 3 കോളം ആയിട്ടുള്ള മെത്തേഡായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് കോളം നമ്മൾ എക്സ്പെരിമെന്റ്, എന്താണ് പ്രൊസീജിയർ എന്ന്, രണ്ടാമതിൽ ഒബ്സർവേഷൻ, തേർഡ് കോളത്തിൽ ഇൻഫറൻസ്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ പ്രൊസീജിയർ എങ്ങനെയാണ് എഴുതേണ്ടത്? To the 2 ml of the given sample solution, add a few drops of Benedict's reagent and heat for few minutes. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് കളർ നിങ്ങൾക്ക് ഏതാണോ ലഭിക്കുന്നത് അതാണ് ഒബ്സർവേഷൻ കോളത്തിൽ എഴുതേണ്ടത്. അതിനുശേഷം ഇൻഫറൻസ്, അതിൽ പ്രസൻസ് ആണോ ആബ്സെൻസ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതിനുശേഷം ഒന്നും കൂടെ അത് ഞാൻ പറഞ്ഞു തരാം. സോ നമ്മൾ പ്രൊസീജിയർ ചെയ്യുകയാണ്. സോ നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തു. അതിനുശേഷം ഇതാണ് സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ സൊല്യൂഷൻ വളരെ കുറവ് മാത്രം നമ്മൾ എടുത്താൽ മതി, കാരണം ഇത് നമുക്ക് ചൂടാക്കാനുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ കുറച്ച് മാത്രം സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക. ഇതാണ് നമ്മുടെ ബെനഡിക്ട്സ് റിയേജന്റ് എന്ന് പറയുന്നത്. ബെനഡിക്ട്സ് റിയേജന്റിന്റെ കളറ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ബ്ലൂ കളറാണ്. സോ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ബെനഡിക്ട്സ് റിയേജന്റ്. സോ ബെനഡിക്ട്സ് റിയേജന്റ് നമ്മളുടെ സാമ്പിൾ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. കണ്ടല്ലോ, കളർ സെയിം കളറാണ്. ഇനി നമ്മളിത് ഹീറ്റ് ചെയ്യണം. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളത് ഷേക്ക് ചെയ്തുകൊണ്ട് വേണം അത് ഹീറ്റ് ചെയ്യാനായിട്ട്. സോ അതിൽ കളർ ചേഞ്ച്
എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത് എന്നുള്ളത്. ബ്ലൂ കളറ് മാറുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് കൺഫേം ചെയ്യാം അതിൽ ഗ്ലൂക്കോസ് ഷുഗറിൻ്റെ കണ്ടന്റ് അതിൽ ഇല്ല എന്നുള്ളത്. കളർ ചേഞ്ച് വരികയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്താണ് അതിൽ ഗ്ലൂക്കോസിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് ഗ്രീൻ കളറായി മാറി. ഒരുപാട് ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു കളർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇത് കൺഫേം ചെയ്യാനായി സാധിക്കും. ഇതിൽ ഗ്ലൂക്കോസ് ഉണ്ട്, തന്നിരിക്കുന്ന സാമ്പിൾ സൊല്യൂഷനിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് പ്രിലിമിനറി ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതാണോ ക്യാരക്ടറിസ്റ്റിക് കളർ ലഭിച്ചത് അത് വെച്ചിട്ട് വേണം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കളർ വേണം നമുക്ക് എഴുതാൻ ഒബ്സർവേഷനിൽ. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. കൺഫർമേറ്ററി ടെസ്റ്റ് ഫെലിങ്സ് ടെസ്റ്റ് എന്നാണ് പറയുക. സോ അതിൽ ഫെലിങ്സ് റീഏജൻറ്റ് 1 ഉണ്ട്, ഫെലിങ്സ് റീഏജൻറ്റ് 2 ഉണ്ട്. ഫെലിങ്സ് റീഏജൻറ്റ് 1 ബ്ലൂ കളറാണ്, നമ്മളുടെ ബെനഡിക്സ് റീഏജൻറ്റിൻ്റെ അതുപോലെ തന്നെ. ഫെലിങ്സ് റീഏജൻറ്റ് 2 എന്ന് പറയുന്നത് കളർലെസ് ആണ്, ജസ്റ്റ് ലൈക്ക് വാട്ടർ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സെയിം ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ചൂടാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. സാമ്പിൾ സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. സാമ്പിൾ സൊല്യൂഷൻ എടുത്തു. ഫെലിങ്സ് റിയേജന്റ് 1 നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഫെലിങ്സ് റിയേജന്റ് 2 ആഡ് ചെയ്യാം. കളർ ഡിഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം എന്താണ് ആ കളർ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു കളർ ചേഞ്ച് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എഗെയിൻ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഈ സൊല്യൂഷൻ, ഈ മിക്സ്ചർ നമ്മളത് ഹീറ്റ് ചെയ്യാണ്. പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളുടെ തന്നിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അത് ഷേക്ക് ചെയ്തുകൊണ്ട് വേണം അത് ഹീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കളർ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നോക്കൂ, മാറുന്നത്, കളർ ചേഞ്ച് ആവുന്നത് കണ്ടോ. ഒരുപാട് നിങ്ങൾ ഹീറ്റ് ചെയ്യേണ്ട, ആ ചേഞ്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മതി, അത്രത്തോളം മതി. ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഹീറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, 2 ടെസ്റ്റാണ് നമ്മൾ ചെയ്തത്. ഇത് ബെനഡിക്സ് റിയേജന്റ് ടെസ്റ്റ് ആണ്, ഇത് ഫെലിങ്സ് ടെസ്റ്റ് ആണ്. ദിസ് ഇസ് പ്രിലിമിനറി ടെസ്റ്റ് ആൻഡ് ദിസ് വൺ ഇസ് കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പോൾ സാമ്പിൾ സൊല്യൂഷൻ എയിൽ നമ്മൾ പ്രിലിമിനറി ചെയ്തു. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണ് എങ്കിൽ മാത്രം നിങ്ങളത് കൺഫർമേറ്ററി ചെയ്താൽ മതി. സാമ്പിൾ സൊല്യൂഷൻ ബിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളത് കൺഫർമേറ്ററി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ടെസ്റ്റ്. ഇനി എങ്ങനെയാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് എന്നും കൂടെ പറയാം. 3 കോളമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ആ 3 കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എക്സ്പെരിമെന്റ് പ്രൊസീജിയർ, സെക്കൻഡ് കോളം ഒബ്സർവേഷൻ ആൻഡ് തേർഡ് കോളം ഇൻഫറൻസ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ട പ്രൊസീജിയർ, ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് ബെനഡിക്സ് ടെസ്റ്റ്. To the 2 ml of the given sample solution, add few drops of Benedict's reagent and heat for few minutes. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ റിസൾട്ട് എഴുതുക. ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളർ presence of glucose, or it is orange color, reddish orange color, presence of glucose. സെയിം ടെസ്റ്റ് നമ്മൾ സാമ്പിൾ സൊല്യൂഷൻ ബിയിൽ, സെക്കൻഡ് സാമ്പിൾ സൊല്യൂഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നിൽ നിങ്ങൾക്ക് ലഭിക്കും, മറ്റതിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് ആണ്. നെഗറ്റീവ് റിസൾട്ട് ഉള്ളതിൽ നിങ്ങൾ എഴുതണം നോ ക്യാരക്ടറിസ്റ്റിക് കളർ ചേഞ്ച് ഒബ്സർവ്ഡ്.
സോ ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻഫറൻസ് കോളത്തിൽ. ഇനി സെക്കൻഡ് ടെസ്റ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫെലിങ്സ് ടെസ്റ്റ് ആണ്. 2 എന്ന് നമ്പർ ഇട്ടിട്ട് ഫെലിങ്സ് ടെസ്റ്റ് ചെയ്യുക. ടു ദ 2 ml ഓഫ് ദ ഗിവൺ സാമ്പിൾ സൊല്യൂഷൻ ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഫെലിംഗ് സൊല്യൂഷൻ A or ഫെലിംഗ് സൊല്യൂഷൻ 1 followed by ഫെലിംഗ് സൊല്യൂഷൻ 2 and heat for few minutes. ഇതുപോലെ തന്നെ നേരത്തെ ബെർണക്സ് റിയേജന്റിന് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് കളർ അത് മാത്രം നിങ്ങൾ എഴുതുക. ദെൻ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് എഴുതുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടേബിൾ ക്ലോസ് ചെയ്യുന്നു. ദെൻ റിസൾട്ട് നിങ്ങൾ എടുത്ത് എഴുതണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ടിന് നമുക്ക് മാർക്കുണ്ട്. ഇതെല്ലാം ചെയ്ത് നമ്മൾ പ്രൊസീജിയർ എക്സാമിനറെ കാണിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാലും റിസൾട്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. സോ റിസൾട്ട് ഇങ്ങനെ എഴുതുക. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഈസ് കൺഫേംഡ് ഇൻ സാമ്പിൾ സൊല്യൂഷൻ എ ആണെങ്കിൽ എ ഓർ ബി ആണെങ്കിൽ ബി. ഇത്രയാണ് നമുക്ക് ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് ഉള്ളത്. നെക്സ്റ്റ് ടെസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ്റെ ടെസ്റ്റ് നമുക്കറിയാം. പ്രോട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് ഫോർ ആൽബുമിൻ എന്നുള്ളതാണ്. ആൽബുമിൻ എന്ന് പറയുന്നത് എഗ് വൈറ്റ് ആണ്. ഇപ്പം നമ്മൾ സൊല്യൂഷനായിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളത് എഗ് വൈറ്റ്. എഗ് വൈറ്റിലുള്ള പ്രോട്ടീനാണ് ആൽബുമിൻ. അതാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ തന്നെ നമ്മളുടെ സാമ്പിൾ സൊല്യൂഷൻ എടുക്കുകയാണ്. എടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ബൈയൂരറ്റ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ബൈയൂരറ്റ് റിയേജന്റിന്റെ കളറ് നമുക്ക് ബ്ലൂ കളറാണ്. ബ്ലൂ കളറാണ് ബൈയൂരറ്റിന്റെ കളറ്. സോ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ നമുക്ക് ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് കളറാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളത്. ആ കളർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതൊരു വയലറ്റ് കളറാണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. ഓക്കെ, ഈ വയലറ്റ് കളർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സാമ്പിൾ സൊല്യൂഷനിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ടെസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു റിയേജന്റിന്റെ പേര് നോട്ട് ചെയ്യേണ്ടതാണ്. സൾഫോസാലിസിലിക് ആസിഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. സൾഫോസാലിസിലിക് ആസിഡ് സൊല്യൂഷൻ ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സാമ്പിൾ സൊല്യൂഷൻ പതിവ് പോലെ ഏറ്റവും കുറഞ്ഞ അളവിൽ തന്നെ സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക. എങ്കിൽ നമുക്ക് റിയേജന്റ് അത്ര കുറച്ച് തന്നെ ആഡ് ചെയ്താൽ മതിയാകും. തന്നിരിക്കുന്ന സാമ്പിൾ സൊല്യൂഷനിലേക്ക് നമ്മൾ സൾഫോസാലിസിലിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് 2 or 3 ഡ്രോപ്സ് ആഡ് ചെയ്യാം. എന്താണ് ആ കളർ ചേഞ്ച് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ 2 ടെസ്റ്റ് ആണ് നമുക്ക് പ്രോട്ടീൻ്റെ ടെസ്റ്റ് ആയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തു. ഇത് ബൈയൂരേറ്റ് റിയേജന്റ് ടെസ്റ്റ് ആണ്. ഇത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ആണ്. പ്രൊസീജിയർ നമുക്ക് 3 കോളം ആയിട്ട് വേണം നമുക്ക് എക്സ്പെരിമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. പേപ്പറിൽ എഴുതുമ്പോൾ ഫസ്റ്റ് കോളം എക്സ്പെരിമെന്റ്, സെക്കൻഡ് കോളം ഒബ്സർവേഷൻ ആൻഡ് തേർഡ് കോളം ഇൻഫറൻസ്. ടു ദ 2 ml of the given sample solution add few drops of biuret reagent. Then ഏത് കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? വയലറ്റ് കളർ. വയലറ്റ് കളർ ഈസ് ഒബ്സർവ്ഡ് പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, 2 സാമ്പിൾ സൊല്യൂഷനിലും നമ്മൾ ചെയ്യാം. സാമ്പിൾ സൊല്യൂഷൻ എയിൽ ചെയ്യാം, ബിയിൽ ചെയ്യാം. എയിൽ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതി. ബിയിൽ ചെയ്തിട്ട് എയിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ബി ചെയ്യുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ടെസ്റ്റ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. To the 2 ml of the given sample solution add few drops of sulfosalicic acid. So curdy white precipitate. Curdy white precipitate. So presence of protein is confirmed. So നമ്മൾ ഇതിന് ശേഷം നമ്മളുടെ ടേബിൾ ക്ലോസ് ചെയ്യുന്നു. റിസൾട്ട് നമ്മൾ എടുത്തെഴുതുന്നു. റിസൾട്ടിൽ എഴുതുന്നു നമ്മൾ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ഇസ് കൺഫേംഡ് ഇൻ സൊല്യൂഷൻ എ അല്ലെങ്കിൽ സൊല്യൂഷൻ ബി. ഇത്രയാണ് പ്രോട്ടീൻ്റെ ടെസ്റ്റ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റാർച്ച് ടെസ്റ്റ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ട് ഈവൻ 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് നമ്മൾ ചെയ്തിട്ടുള്ള സെയിം ടെസ്റ്റ് ആണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. വേറെ ഒരു ടെസ്റ്റും ഇല്ല. സ്റ്റാർച്ച് ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്.
കഞ്ഞിവെള്ളം നമ്മളുടെ സൊല്യൂഷൻ അതെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ വളരെ ഫ്യൂ ഡ്രോപ്സ് മാത്രമാണ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിലേക്ക് നമ്മളുടെ അയഡിൻ സൊല്യൂഷൻ 1 or 2 ഡ്രോപ്സ് ആഡ് ചെയ്യുക. എന്താണ് കളർ എന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഈ കളറ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുന്നത് ചിലപ്പോൾ അത് ബ്ലാക്ക് കളർ എന്നാണ്. പക്ഷേ ബ്ലാക്ക് കളർ അല്ല. നമ്മൾ ചെരിച്ച് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ബ്ലൂയിഷ് ബ്ലാക്ക് കളർ. ഓക്കെ, സ്റ്റാർച്ചും അയഡിനും കൂടെ ഉണ്ടാവുന്ന ആ കോംപ്ലക്സ് മൂലമാണ് ഈ കിട്ടുന്ന ബ്ലൂയിഷ് ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ വൈവ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. വൈവയിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം മെയിൻലി റിലേറ്റഡ് ടു നമ്മുടെ ബയോകെമിസ്ട്രി എക്സ്പീരിമെന്റ്സ് ആണ്. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾ അയഡിൻ സൊല്യൂഷൻ ആണ്. അയഡിൻ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഇതിന്റെ കളർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ടെസ്റ്റ് ട്യൂബിലേക്ക്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. ഓക്കെ, അയഡിൻ സൊല്യൂഷന്റെ കളർ ഒരു യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ കളറാണ്. ഈ കളറാണ് നമ്മൾ ഈ സ്റ്റാർച്ചിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബ്ലൂയിഷ് ബ്ലാക്ക് കളറായിട്ട് മാറുന്നത്. സ്റ്റാർച്ചിന് ഈ ഒരേ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ കൺഫർമേറ്റീവ് ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. സോ ഫസ്റ്റ് കോളം പ്രൊസീജിയർ ആണ്. ടു ദ 2 ml of the given sample solution add few drops of iodine solution and observe the color change. So if you are getting ഒബ്സർവേഷനിൽ എഴുതുക. എന്താണ് എഴുതേണ്ടത്? നമ്മൾ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ഒബ്സർവ്ഡ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. ഇത് കിട്ടിയിട്ടില്ല, പ്ലെയിൻ അതേ കളർ തന്നെയാണ് അത് നിലനിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അത് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് അല്ല, നെഗറ്റീവ് ആണ്, ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. സോ ഇതിൽ ഈ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. താഴെ റിസൾട്ട് എടുത്ത് എഴുതണം. സോ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഈസ് കൺഫേംഡ് ഇൻ സാമ്പിൾ സൊല്യൂഷൻ എ അല്ലെങ്കിൽ ബി. അത്രയാണ് സ്റ്റാർച്ചിന്റെ ടെസ്റ്റ്. അടുത്തത് നമ്മൾ സുവോളജിയിലെ മേജർ ആയിട്ടുള്ള പ്രാക്ടിക്കൽസ് ആണ് ചെയ്യുന്നത്. Prepare a stained slide of squamous epithelium or the cheek epithelium of man. So ഇതിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം, ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യമായിട്ട് നമ്മൾ നന്നായിട്ട് വായ വാഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളുടെ തന്നെ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി എടുത്തിട്ട് നമ്മൾ ഡാബ് ചെയ്യുക. നമ്മളുടെ സ്ലൈഡിൻ്റെ നേരെ മിഡിൽ പോർഷനിൽ അത് ഡാബ് ചെയ്യുക, ഒന്നത് സ്പ്രെഡ് ചെയ്യുക, കൈ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അത് ഉണക്കണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ മിഥൈലിൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. ഒരു 1 or 2 minutes അതിന് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കവർ സ്ലിപ്പ് അതിൻ്റെ മീതെ വെക്കുക. ദെൻ കവർ സ്ലിപ്പ് വെച്ചതിന് ശേഷം നമ്മളതിനെ മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കടക്കാം. കിട്ടിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, അത് അത്രേ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് എവിടെയാണ് പൊസിഷനിൽ വെച്ചത് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ഭാഗമാണെന്നുള്ളത് അപ്പർ ആൻഡ് ലോവർ എഡ്ജസ് ശ്രദ്ധിക്കുക, ഏത് ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ, ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ എടുത്തായിട്ടുള്ള ചീക്കിൻ്റെ സെല്ല് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ മിഥൈലിൻ ബ്ലൂ എന്ന് പറഞ്ഞ സ്റ്റെയിൻ ആഡ് ചെയ്യാണ്. ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം, ഒരുപാട് വേണ്ട. സോ മിഥൈലിൻ ബ്ലൂ സ്റ്റെയിൻ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക. ഒരു 1 or 2 minutes അതിന് സ്റ്റെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ ലീവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കവർ സ്ലിപ്പ് ആഡ് ചെയ്യുകയാണ്. കവർ സ്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബബിൾ ഇല്ലാതിരിക്കാനായിട്ട് പരമാവധി ബബിള് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കവർ സ്ലിപ്പ് ഇടുക. ഒരു നീഡിൽ ഉപയോഗിച്ച് ഇടുകയാണെങ്കിൽ വളരെ നല്ലത്.
എഡ്ജ് ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇട്ടാൽ മതി. ഓക്കെ, ഇതിപ്പോൾ മിഡിൽ പോർഷനിലായി, ബബിൾ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി അധികമുള്ള സ്റ്റെയിന് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഫിൽറ്റർ പേപ്പർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ അധികമുള്ള സ്റ്റെയിന് ജസ്റ്റ് അതിൻ്റെ എഡ്ജിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അതങ്ങ് വലിച്ചെടുത്തോളും. തുടയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ മൊത്തം സെക്ഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ എഡ്ജിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അധികമുള്ള നമ്മളുടെ മിഥൈലിൻ ബ്ലൂ സ്റ്റെയിൻ വളരെ സ്മൂത്തായിട്ട് ഫിൽറ്റർ പേപ്പറിലേക്ക് നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ മേജറായിട്ടുള്ള ഈ പ്രാക്ടിക്കൽ തീർന്നു. അപ്പം ഇനി നമുക്ക് ഈ കിട്ടിയ സെഷനെ നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പിൽ വെച്ചുകൊണ്ട് നോക്കണം. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുക. 10x ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. 2 ഒബ്ജക്റ്റീവ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 10x എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ദെൻ 45x എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. 10x നമ്മൾ ഫോക്കസ് ചെയ്യുക. 10x ഫോക്കസ് ചെയ്യുക. ആദ്യം നമ്മൾ ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ഉണ്ടോ, വരുന്നുണ്ടോ കറക്റ്റായിട്ട് ഐ പീസിലൂടെ നോക്കുക. അതിനുശേഷം മാത്രം നമ്മൾ സ്ലൈഡ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 10x വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന രീതിയിൽ, എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ എന്നുള്ളത് നമ്മൾ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ, അത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണ്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ സെക്ഷൻ എവിടെയാണെന്ന് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് ഈ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മളുടെ പവർ ഓഫ് അക്കോമഡേഷൻ വെച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഈ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ചീക്ക് എപ്പിത്തീലിയൽ സെൽസ് കാണാനായി സാധിക്കും. സോ വരുന്ന എക്സാമിനറെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ഏരിയയും നോക്കുക. നമ്മൾ കിട്ടിയിരിക്കുന്ന എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്പ്രെഡിങ് ഉള്ള ഏരിയ നമുക്ക് വരുന്ന എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്രാം വരയ്ക്കണം. ഒരു സിംഗിൾ ചീക്ക് സെല്ല് വരച്ചിട്ട് നിങ്ങൾ ലേബൽ ചെയ്യണം. ഓക്കെ, തീരെ ഷേപ്പ് ഇല്ലാത്ത സെല്ലാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള സെല്ലാണ്, ഇറഗുലർ ബൗണ്ടറി ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെല്ലാണ്. അപ്പോൾ അത് ഇറഗുലർ ആയി തന്നെ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ലേബൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ലേബൽ ചെയ്യുക. വളരെ നീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് ഒരു മേജർ പ്രാക്ടിക്കൽ. മേജർ പ്രാക്ടിക്കലാണ് പ്രിപ്പയർ ദ ടെമ്പററി സ്റ്റെയിൻഡ് സ്ലൈഡ് ഓഫ് ബ്ലഡ് സെല്ല് നിങ്ങൾ വരയ്ക്കണം. ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്ലഡ് സെല്ല് നമ്മളുടെ RBC തന്നെയാണ്. RBC വരയ്ക്കാം. RBC എത്രയും വേഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ WBCs, ഏതെങ്കിലും ഗ്രാനുലോസൈറ്റ്സ് ഓർ ഗ്രാനുലോസൈറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും വരയ്ക്കാം. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽസ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൈ ഒന്ന് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ കോട്ടനുണ്ട്. ലാംസോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നു. ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ചെറിയ നീഡിൽ, ലാൻസെറ്റ് എന്നാ പറയാം. നമ്മൾ സാധാരണ മുട്ടുസൂചി ഒന്നും എടുത്തിട്ട് കുത്തരുത് കയ്യിൽ. അപ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും ചെറിയ നമ്മളുടെ 1 ടച്ചിൻ്റെ ചെറിയ പിന്ന്. അപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 3 or 4 rupees മാത്രമേ ഉള്ളൂ ചെറിയൊരു പിന്ന്. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കുത്താം. ഓക്കെ, ഒരു ഡ്രോപ്പ് അതാ വരുന്നുണ്ട് ബ്ലഡ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു സ്ലൈഡ് എടുത്തിട്ട് ആ സ്ലൈഡിൻ്റെ അവിടെ ഒരുപാട് ബ്ലഡൊന്നും വേണ്ട. അതുകൊണ്ട് ഞെക്കി നിങ്ങൾ കുറേ ബ്ലഡൊന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, അപ്പോൾ ഒരു 2 സ്ലൈഡാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആ 2 സ്ലൈഡിൽ നമുക്ക് അത്
ബ്ലഡ് നിങ്ങളുടെ കയ്യിൽ എത്രയും കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. ഇനി ഈ കിട്ടുന്ന നമ്മളുടെ പെട്ടെന്ന് തന്നെ ഇതിൽ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ ആവണേക്കാൾ മുമ്പ് ഇത് നമ്മൾ സ്ലാൻഡിങ് പൊസിഷനിൽ ഇതിങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സ്പ്രെഡിങ് കാണാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മൾ വലിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്കൊരു ടങ് ഷേപ്പായിട്ട് കിട്ടും. ഒരുപാട് ബ്ലഡ് എൻ്റെ ഇതിലില്ല, അതുകൊണ്ടാണ് നമുക്ക് വല്ലാതെ ഉള്ളത് കിട്ടാതിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ ഒരു സ്പ്രെഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ടങ് ഷേപ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ബ്രോഡർ ആയിട്ടും എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്കത് തിന്നായിട്ട് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിനെ നമുക്ക് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് കുറച്ച് നേരം മാറ്റി വെക്കാം. നമ്മളുടെ സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഒരു ടങ് ഷേപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടങ് ഷേപ്പ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ സ്റ്റെയിൻ ആഡ് ചെയ്യാണ്. ഇതാണ് നമ്മളെ സ്റ്റെയിൻ. ലീഷ്മാൻസ് റൈറ്റ് സ്റ്റെയിൻ ആണ്. ബ്ലൂ കളർ തന്നെയാണ് ഈ സ്റ്റെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഈ തന്നിരിക്കുന്ന സ്ലൈഡിൽ ഫില്ല് ചെയ്യണം. നമ്മൾ എവിടം വരെയാണോ ബ്ലഡ് സ്പ്രെഡ് ചെയ്തത് ആ ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2 സ്ലൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 സ്ലൈഡിലേക്കും നമ്മൾ ആവശ്യത്തിനുള്ള ഇത് ഒഴിക്കുകയാണ്. ഓക്കെ, അതിനനുസരിച്ച് ഒരുപാട് ഒഴിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എവിടം വരെയാണോ നമ്മളെ സ്ലൈഡിൽ ആ ടങ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അവിടെ വരേക്കും നമ്മൾ ലീഷ്മാൻസ് റൈറ്റ് സ്റ്റെയിന് ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ കുറച്ച് നേരം വെക്കുകയാണ്. ഇതിൽ സ്റ്റെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 or 2 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ സ്റ്റെയിൻ അത് പിടിച്ചോട്ടെ. അധികമുള്ള സ്റ്റെയിന് നമ്മൾ ഒഴിവാക്കണം. അത് ജസ്റ്റ് ഞാനിപ്പോൾ ഇതൊരു വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമ്മളിതൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് നമ്മളൊന്ന് എഡ്ജ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ബാക്കി അധികമുള്ള ആ സ്റ്റെയിന് മൊത്തമായിട്ട് നമ്മളിതിലേക്ക് പോകും. ഓക്കെ, വാഷ് ബേസിനിൽ നിങ്ങളത് ഒഴിവാക്കി കളഞ്ഞാൽ മതി. ഇപ്പോൾ 2 സ്ലൈഡും അങ്ങനെ തന്നെ ചെയ്യുക. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ സ്റ്റെയിന് ഒഴിവാക്കുകയാണ്. ഒരു സ്ലൈഡിൽ സ്റ്റെയിൻ കളഞ്ഞു. നെക്സ്റ്റ് അടുത്തതും നമ്മളതുപോലെ തന്നെ ആ സ്റ്റെയിൻ ഒഴിവാക്കുക. ഇനി ഇതിനെ നമ്മൾ റണ്ണിങ് വാട്ടറിൽ ടാപ്പിന് ചുവടെ മെല്ലെ വെച്ച് വാഷ് ചെയ്യണം. അതായത് ഒന്നാകെ നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എടുത്തിട്ടുള്ള സ്ലൈഡിലുള്ള എല്ലാ ബ്ലഡ് സെൽസും ഒഴുകിപ്പോവും. അപ്പം അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് നമ്മൾ ടാപ്പിന് അടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. സോ നമ്മളുടെ സ്ലൈഡ് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് ഇപ്പോൾ കാണാനായി സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏതാണ് ബെസ്റ്റ് സ്ലൈഡ്, കുറച്ച് തിന്നായിട്ടുള്ള സെക്ഷൻ എവിടെയാണ് നന്നായിട്ടുള്ളത് എന്ന് തോന്നുന്ന ആ സ്ലൈഡ് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുക. ആദ്യം നമ്മൾ 10x വെച്ചിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നമ്മുടെ മാലയുടെ മുത്തുമണികൾ പോലെ ഒരുപാട് RBCs ഒത്തിരി കാണാം. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിങ്ക് കളറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാനായി സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നു. ഓൾറെഡി ഫോക്കസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ലൈഡ് വെച്ചു. 10x വെച്ചിട്ട് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാണ്. ഓക്കെ, നല്ല സ്പ്രെഡിങ് ഉള്ള ഏരിയ ഒക്കെ നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഓക്കെ, കറക്റ്റായി ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ 45x മാറ്റുക. ഓക്കെ, 45x മാറ്റാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് സെൽസ് കാണാനായി സാധിക്കും. അപ്പോൾ 45x വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് WBCസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ RBCs നമുക്ക് പിങ്ക് കളറാണെങ്കിൽ WBCs അതിൽ ന്യൂക്ലിയേറ്റഡ് ആണ്. ന്യൂക്ലിയസ് നമുക്ക് ബ്ലൂ കളറായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ നോക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് നല്ല സ്പ്രെഡിങ് ഉള്ള ഏരിയ നമ്മൾ എക്സാമിനറെ വിളിച്ച് കാണിച്ചു കൊടുക്കുക.
അപ്പം ഇത്രയാണ് നമ്മളുടെ ബ്ലഡിൻ്റെ എക്സ്പീരിമെൻ്റ് ചെയ്യാനുള്ളത്. ബ്ലഡ് സെൽസ് നമ്മൾ വരയ്ക്കുക, പ്രൊസീജിയർ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് സ്റ്റെയിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അത് വൈവയ്ക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ സ്റ്റെയിൻ ഏതാണ്? മിഥൈലിൻ ബ്ലൂ ആണ്. അതുപോലെ ബ്ലഡിൻ്റെ സ്റ്റെയിൻ എന്ന് പറയുന്നത് ലീഷ്മാൻ റൈറ്റ് സ്റ്റെയിൻ ആണ്. അപ്പോൾ ഇത് രണ്ട് സ്റ്റെയിൻ്റെയും പേര് ഓർത്ത് വയ്ക്കുക. ബയോകെമിസ്ട്രി എക്സ്പീരിമെൻറ്റ്സിൽ ഓരോ റിയേജൻസും പേര് ഓർത്ത് വയ്ക്കുക. വൈവയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് വൈവയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇത്രയാണ് പ്രാക്ടിക്കൽസ് ഉള്ളത്. ഇനി മേജർ ആയിട്ടുള്ള ഈ എക്സ്പീരിമെൻറ്റ്സ് കൂടാതെ നമുക്ക് ഡ്രോയിങ്ങിന് കമ്പൽസറി ആയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഹോംവർക്ക് ആയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട 2 ഡയഗ്രാംസ് ആണുള്ളത്. കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവും കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സും. ഏതെങ്കിലും 4 പാർട്സ് നമുക്ക് വരുന്ന എക്സാമിനർ സജസ്റ്റ് ചെയ്യുന്ന 4 പാർട്സ് ആണ് നമുക്ക് വരയ്ക്കേണ്ടതുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു ഫിഗർ, കോക്രോച്ചിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ ഡൈജസ്റ്റും കറക്റ്റ് പാർട്സ് എന്തായാലും നന്നായി തന്നെ വരച്ച് ലേബൽ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ്, അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത്രയാണ് സുവോളജി പ്രാക്ടിക്കൽസ് ഉള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽസ് ആണ്. ഇത് നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് എടുത്താൽ, ഒരുപാട് എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ 20 ഔട്ട് ഓഫ് 20 എല്ലാവർക്കും സെക്യൂർ ചെയ്യാവുന്നതാണ്.